പത്മജയുടെ പോക്ക് ബി.ജെ.പിയിലേക്കുള്ള പോക്ക് ചില്ലറ ഡാമേജ് അല്ല കോൺഗ്രസിൽ ഉണ്ടാക്കുന്നത്. അത് വളരെ കൃത്യവുമാണ്. കാരണം നേരത്തെ പോയ അനിൽ ആന്റണിയെ പോലെയുള്ള നേതാവല്ല പത്മജ. തെരഞ്ഞെടുപ്പുകളിൽ അല്ല സാർ ദയവായി ഒന്നിരിക്കണം സാറിലേക്കും വരാം, അരുണിലേക്കൊന്ന് പോയിട്ട് വരാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പത്മജയുടെ പോക്ക് കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത്? കോൺഗ്രസ് ഇതിനെ ഒരു വലിയ തിരിച്ചടിയായി കാണുന്നുമുണ്ടല്ലോ അല്ലെ? സ്വാഭാവികമായും തീർച്ചയായും രഞ്ജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ലെങ്കിലും സംസ്ഥാനം പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു. കൊണ്ടുപിടിച്ച പ്രചരണം ഇടതുമുന്നണി ആരംഭിച്ചിട്ടുമുണ്ട്. അവിടെ വലിയ തിരിച്ചടിയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇടതുമുന്നണി തുടങ്ങുന്നത്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, മലയോര മേഖലയിൽ വന്യമൃഗശല്യം ജീവനെടുക്കുമ്പോൾ അത് വലിയ പ്രതിഷേധമായി മാറുന്നു. സംസ്ഥാനമൊട്ടാകെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരമ്പര ഉണ്ടാകുന്നു. സിദ്ധാർത്ഥന്റെ മരണം മറ്റൊരു വലിയ തിരിച്ചടിയായി സർക്കാരിന് മേൽ ഇടതുമുന്നണിക്ക് മേൽ നിൽക്കുന്നു. അവിടെയാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന വിഷയം ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത വലിയ ആശ്വാസമായി ഇടതു കേന്ദ്രങ്ങൾ കാണുന്നത്. അത് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ ഇതിനകം ഇടതു കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. നാളെ ഇടതുമുന്നണി നേതൃയോഗം സംസ്ഥാനത്ത് ചേരുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയമെങ്കിലും സ്വാഭാവികമായും പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശത്തിൽ ഏതൊക്കെ തരത്തിൽ മുതലെടുക്കാമെന്ന ചർച്ചകൾ ആ യോഗത്തിൽ ഉണ്ടാകും. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ അതൃപ്തരാണ്, അസംതൃപ്തരാണ്. പത്മജ വേണുഗോപാൽ വെറും ഒരു പേരല്ല, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന കോൺഗ്രസിനെ ഇന്ന് കാണുന്ന കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരൻ എന്ന ലീഡറുടെ മകളാണ്. ആ കെ കരുണാകരന്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോകുമെങ്കിൽ നാളെ അത് ആരുമാകാം എന്ന തരത്തിലുള്ള പ്രചരണമാകും ഇടത് കേന്ദ്രങ്ങളിൽ പ്രത്യേക CPM നേതാക്കൾ നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇതേ ആരോപണം ഉയർന്നുവരും. KPCയുടെ മുൻ അധ്യക്ഷൻ അടക്കമുള്ളവർ നേരത്തെ ബി.ജെ.പി ചർച്ച നടത്തിയെന്ന വിമർശനങ്ങൾ നേരത്തെ ഉയർന്നു വന്നതാണ്. സ്വാഭാവികം അദ്ദേഹത്തിലേക്കും വിമർശനങ്ങൾ പോകാം. അങ്ങനെ സംസ്ഥാനമാകെ പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഇടതുമുന്നണി തയ്യാറെടുക്കുകയാണ്. അതിൽ വലിയ സാധ്യത അവർ കാണുകയാണ്. ഇന്ന് പത്മജയെങ്കിൽ നാളെ ആരും അവിടേക്ക് പോകാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDF സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചയാളാണ്. തൃശൂരിൽ അതിന്റെ അലയൊലികൾ വളരെ വലുതായി ഉണ്ടാകുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. അങ്ങനെ പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശം കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രചരണ വിഷയമാക്കി മാറ്റാൻ, ആയുധമാക്കി മാറ്റാനുള്ള കോപ്പുകൂട്ടുകയാണ് സംസ്ഥാനത്തെ ഭരണമുന്നണി. തീർച്ചയായും അതാണ്.